സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കിടുങ്ങിയ കിടുങ്ങല് ദാ ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്, മാറിയിട്ടില്ല. സുഗുണനെ ബാധയടിച്ചെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്തടിച്ചെന്ന്? ബാധ, കുട്ടിച്ചാത്തൻ ബാധ. അയ്യോ വിഷുട്ട ബാധയടിച്ച ഇതുപോലെ വിളിക്കുന്നേ. ആ അപ്പന് ഓർമ്മ കാണത്തില്ല, പണ്ട് ഞങ്ങളുടെ അപ്പൂപ്പനെ ഇതുപോലെ ബാധയടിച്ചു കളഞ്ഞു. വെള്ളിയാഴ്ച രാത്രി ഇങ്ങനെ കരിമ്പനകൾക്കിടയിലൂടെ നടന്നു വരികയായിരുന്നു ഞങ്ങളുടെ അപ്പൂപ്പൻ. നേരം വെളുത്തില്ല, അതിനു മുമ്പാ ബാധയും ഭൂതവും. അയ്യോ അതൊരു സത്യ വിഷയട്ടാ, ബാധകളെന്ന് പറയുന്ന സത്യവാ. അതുപോട്ടെ, ഇന്നലത്തെ ആ വിളി, അതിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. എവിടെയോ എന്തോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ. എനിക്ക് മതി. എന്താ വിഷയട്ടാ ഇത്? ഇത്തിരി ദോശയും പിച്ചി തിന്നിട്ട് മതിയെന്നോ? വന്ന് വന്ന് ചേട്ടന്റെ ദേഹം ക്ഷീണിച്ചു വരുവാ. ആര് പറഞ്ഞു? ജോലി ചെയ്യാതെ എന്റെ തടി കൂടി കൂടി വരിക. വിൽക്കാൻ വസ്തുള്ളപ്പോ നമ്മൾ എന്തിനാളേ ജോലി ചെയ്യുന്നത്? അങ്ങനെ അങ്ങ് ചോദിച്ചോടു മക്കളെ. ദൈവം സഹായിച്ച് ഇത്രയും വസ്തുക്കൾ കാരണവന്മാരായിട്ട് സമ്പാദിച്ചു തന്നിട്ടുണ്ട്. അതുമല്ല, ആജീവനാന്തം ഇവിടെ കിടക്കാനും പോകുന്നില്ലല്ലോ. ഒരു 2 വർഷം, 2 വർഷം, അതിനിടയ്ക്ക് നമ്മൾ അങ്ങ് തിരിച്ചു പോകും. ആ, തിരിച്ചു ചെല്ലുമ്പോഴേ ചെന്ന് കയറാൻ വീടും പറമ്പോ ഉണ്ടായിട്ടുണ്ടേ. കരുനാക്കെടുത്ത് വളയ്ക്കാതെ വിശ്വേട്ടാ. നമ്മൾ നേടും, ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി നേടും. ചേട്ടൻ നോക്കിക്കോ. അപ്പുറത്തെ UD ക്ലർക്കും ഭാര്യയുമാ വീഴാൻ പോകുന്നത്. ആ, വീഴാൻ പോന്നേ ഉള്ളൂ മക്കളെ, എപ്പോഴേ വീണ് കഴിഞ്ഞടാ. ഇപ്പതേ കേസും കൂടെ ആയപ്പോ ഇപ്പൊ മൂക്കും കുത്തിയാ വീണിരിക്കുന്നേ. പോലീസിന്റെ കയ്യിലല്ലേ മക്കളെ കിട്ടിയിരിക്കുന്നേ. ഇനി കാര്യങ്ങൾ അവര് നോക്കിക്കോളും. ശാസ്ത്രിയാണ് സർ. ഇതൊരു പുരുഷല്ലോ. ബോധം പോയെന്നാ തോന്നണേ. എന്താ സാർ? ആ നരേന്ദ്രനൊരു ഫോൺ. ഓ ഹലോ, ഇതാ വരുന്നു സാർ. ഉടനെ വരാം. എന്താ നരേന്ദ്രൻ? SI ബോധം കിട്ടി വീണു. അല്ല, ലീലാവതി ബോധം കിട്ടി വീണു. ഞാൻ പോയിട്ട് വരാം സാർ. ആ പോയിട്ട് വരൂ. ചേച്ചി എന്താ ചേച്ചി ബോധം കെട്ടു എന്നൊക്കെ ഞാനും കേട്ടു. നോക്കിച്ചു വരാം കേട്ടോ. ശരി ചേച്ചി. യാ, ഓ. ലീലാവതി, ക്ഷീണം മാറിയോ? ലീലാവതിയേ, ആ, പോലീസ് ഇതെന്താ അതിക്രമം കാണിച്ചേ? പോലീസ് ഒരു അതിക്രമം കാണിച്ചില്ല. പോലീസ് ഒരാളെ ഇടിക്കുന്ന കണ്ടപ്പോഴേ നാത്തും ബോധം കെട്ട് വീണതാ. അയ്യോ, അപ്പൊ ലീലാവതി അല്ലേ ഇടിച്ചത്? എങ്കിൽ വിവരം അറിഞ്ഞാണ്. ചേച്ചി ഇരിക്കും. ഞാനല്ല ഇപ്പൊ ഇരിക്കേണ്ടത്, ഭർത്താവിന്റെ സാന്നിധ്യമായി ഇപ്പൊ ഭാര്യക്ക് വേണ്ടത്. ഹേയ്, ഇവിടെ ഇരിക്ക്, സാരമില്ല. ഇവിടെ ഇരിക്ക്. നാണക്കേടായിരിക്കും ചേച്ചി എന്റെ അടുത്തിരിക്കാൻ. വേണ്ട. ഏയ് അങ്ങനെയൊന്നുമില്ല, ഇവിടെ ഇരിക്ക, ഇരിക്കുന്നേ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച നമ്മുടെ മോളെ. ഒരു തലകറക്കം, അതിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലേ ഇതിലൊന്നും നീ ഇടപെടണ്ടെന്ന്. ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയുന്നത് ഇതൊക്കെ ഇല്ലാതാക്കാൻ പാടില്ലെന്നാണ്. അത് മോശം. ചെവിക്ക് ചെവി അറിയാതെ ഒതുക്കി തീർക്കണം. ഒതുക്കി തീർക്കാനോ? SI കണ്ട് കേസ് ഒതുക്കാം. പക്ഷെ ഇതിന്റെ പുറകെ കളിച്ച ആള് അയാളെ ഞാൻ. ലീലാവതി, അയാളെ ഒന്നും ചെയ്യരുത്. അതെ ചേച്ചി പറഞ്ഞാണ് ശരി. അവനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഞാൻ. കൊത്തി നുറുക്കി ഞാൻ ഉപ്പിലിടും, ഉപ്പില്. സംശയത്തിന്റെ കുന്തമുനകൾ എന്നിലേക്ക് നുഴഞ്ഞു കയറുന്നോന്നൊരു സംശയം. സത്യം പറയാലോ സുഗുണേട്ടാ, ഞാൻ അറിയാതെ സത്യം മുഴുവൻ പറഞ്ഞു പോവോന്ന് വല്ലാത്തൊരു പേടി എപ്പോഴും ഉണ്ട്. ശാരദ നോക്ക്, ഞാൻ പറഞ്ഞില്ലേ മനസ്സ് കല്ലാക്കണോടി കല്ല്. സുഗുണേട്ടാ, എന്താ ശാരദ? ഞാനന്ന് ചോദിച്ചില്ലേ നമുക്ക് സത്യം തുറന്നു പറഞ്ഞാലോ? അപ്പൊ മനസ്സിനൊരു മനസ്സിന് ശാന്തത കിട്ടുമായിരിക്കും, പക്ഷെ ദേഹത്തിന് അത് ദോഷം ചെയ്യുവടി. ശാരദ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായ? വേദനയുടെ ഇടയിൽ ഞാനൊരു കവിത എഴുതി. ശാരദ ഓടരുത്.
പേടിച്ചുപോയി. അടുക്കള സാമ്പാർ കിടന്ന് കരിയുന്നു. അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ എത്തി നോക്കുന്ന നല്ല സ്വഭാവമല്ല. വിശ്വട്ടാ, കക്കുന്നത് കുഴപ്പമില്ല, കാണുന്നതാ കുറ്റം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അയൽവക്കക്കാരൊത്തുചേർന്ന് മൂന്നാമതൊരാൾക്കെതിരെ പാര വെക്കാം, പാലം വലിക്കാം. അതൊന്ന് ശ്രദ്ധിച്ചു പോകുന്നതാ കുറ്റം അല്ലേ? അല്ലേ? എടി നീ ആ തവി അങ്ങോട്ട് മാറ്റി എന്റെ ദേഹത്തുള്ളൂ. വിശ്വേട്ടന്റെ ദേഹത്തുള്ളൂ വിശ്വേട്ടന് പേടി. പക്ഷെ വിശ്വേട്ടാ, എന്റെ മനസ്സിനാ മുറിവേറ്റത്. മനസ്സിന് വിശ്വേട്ടൻ അറിയോ? നീ കൈ താഴെയിട്ട് സംസാരിക്ക്. തവി തവി. ഇപ്പൊ രണ്ടുപേരും കൂടെ ഒന്നായേക്കുവാ. ഓ, ഇപ്പൊ ലീലാവതിയുടെ തന്ത്രങ്ങളുടെ കൂട്ട് സാവിത്രി ചേച്ചിയാ. അവർ രണ്ടുപേരും കൂടെ ചേർന്നാലും എന്നെ തോപ്പിക്കാൻ പോണില്ല വിശ്വേട്ടാ, തോപ്പിക്കാൻ പോണില്ല. നീ തവി മാറ്റ്. ആ കേസിൽ നിന്ന് ഒഴിയാനുള്ള ശ്രമമാ. പക്ഷേ അത് നടക്കത്തില്ല എന്റെ വിശ്വേട്ടാ, നടക്കത്തില്ല. അല്ലെങ്കിൽ സാവിത്രി ചേച്ചി അങ്ങനെ, ഇന്ന് അവിടെ സ്നേഹം, നാളെ ഇവിടെ സ്നേഹം. വിശ്വേട്ടാ, നമ്മുടെ പോലീസിനെ അങ്ങനെ ഇങ്ങനെ ആർക്കും സ്വാധീനിക്കാൻ പറ്റത്തില്ല. നേരെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. എന്ത് തന്ത്രമാ സാവിത്രി ചേച്ചി പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഞാനൊന്ന് അറിയട്ടെ.